Welcome all to the first session of networking MCQs. ഇന്ന് നെറ്റ്വർക്കിംഗിലെ നമ്മുടെ എക്സാമിന് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ലെവലിലുള്ള MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. MCQസിന്റെ കൂടെ തന്നെ നമ്മൾ കൺസെപ്റ്റും ഡിസ്കസ് ചെയ്ത് പോകാം. So let's start. First question. It's a simple question. What is a computer network? First option, a device used to display information on a computer screen. Second option, a collection of interconnected computers and devices that can communicate and share resources. Third option, a type of software used to create documents and presentations. And the last option, the physical casing that protects a computer's internal components. Very simple question. First question is very simple. And then answer. What is a computer network? Option B is the right answer. Computer network. Computer network. Network in Varnala. A collection of systems. Collection of system, അല്ലെങ്കിൽ collection of nodes, അല്ലെങ്കിൽ collection of holes, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. പല കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഡിവൈസസ് എല്ലാം തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. മെയിൻലി ഫോർ ഷെയറിംഗ് ഓഫ് റിസോഴ്സസ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് റിസോഴ്സസ് ആണ്. നമ്മുടെ ആൻസർ, എ കളക്ഷൻ ഓഫ് ഇന്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് ദാറ്റ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഷെയർ റിസോഴ്സസ്. നമ്മുടെ നെറ്റ്വർക്കിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഷെയറിംഗ് ഓഫ് റിസോഴ്സസും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും. നമുക്കറിയാം, നമ്മൾ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇമെയിൽ യൂസ് ചെയ്യുന്നു, നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, അപ്പോൾ നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നു, അത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആണ്. അതേപോലെ നമുക്ക് റിസോഴ്സുകൾ ഷെയർ ചെയ്യണം. ഇപ്പൊ പ്രിന്റർ ഒക്കെ ആണെങ്കിൽ നമ്മുടെ നമ്മുടെ ഓഫീസിലൊക്കെ ആണെങ്കിൽ ഒരു പ്രിന്റർ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര സിസ്റ്റം വേണമെങ്കിലും ആ പ്രിന്ററിൽ കണക്ട് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഷെയറിംഗ് ഓഫ് റിസോഴ്സസ് ആണ് അവിടെ നടക്കുന്നത്. റിസോഴ്സുകളെ ഷെയർ ചെയ്യാം, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ഹെൽപ്പ് ചെയ്യും. അതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ബേസിക് ഫീച്ചർ എന്ന് പറയുന്നത്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Explanation under a computer network refers to a collection of computers and devices linked together to share information, resources, or in the services and share ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നെറ്റ്വർക്ക്സ് ഉപയോഗിക്കുന്നത്. This interconnection enables communication, data sharing and collaboration among the devices within the network. So next question, it's also a simple question. What is internet? First option, a network of interconnected local area networks, a collection of unrelated computers, interconnection of wide area networks, and last option is a single network. Which is the right answer? Option C is the right answer. First option, a network of interconnected local area networks. അറിയാം, ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേൾഡ് വൈഡ് ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്ക് ആണ്. ഒരു ലാൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബിൽഡിംഗ്. ഇതിപ്പോ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഈ ഒരൊറ്റ ബിൽഡിംഗിലെ നെറ്റ്വർക്ക് കണക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും എ നെറ്റ്വർക്ക് ഓഫ് ഇന്റർകണക്റ്റഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് അല്ല. നമുക്കറിയാം, ലാനിനേക്കാൾ വലുത് മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, അതിനേക്കാൾ വലുത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ. വാൻ ആണ് ഏറ്റവും വലിയ ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയ കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെയുള്ള വാനുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൻസിന്റെ കളക്ഷനെയാണ് നമ്മൾ പറയുന്നത് ഇന്റർനെറ്റ്. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ല. സെക്കൻഡ് വൺ നോക്കാം, എ കളക്ഷൻ ഓഫ് അൺറിലേറ്റഡ് കമ്പ്യൂട്ടേഴ്സ്. ഒരിക്കലും അല്ല, നമുക്കറിയാം റിലേറ്റഡ്
ആണ്, അൺറിലേറ്റഡ് അല്ല, റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിന്റെ ആണ് നെറ്റ്വർക്ക്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്റർ കണക്ഷൻ ഓഫ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആൻഡ് എ സിംഗിൾ നെറ്റ്വർക്ക്. ഇതുമല്ല. സോ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, interconnection of wide area networks. The internet is a global network formed by connecting wide area networks, enabling worldwide communication and data sharing. So internet means network of network, അല്ലെങ്കിൽ network of wide area networks. Next question. Which of the following is an example of Bluetooth? Wide area network, virtual private network, local area network, personal area network. നമുക്കറിയാം, നമ്മൾ ബ്ലൂടൂത്ത് എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പേഴ്സണൽ ഏരിയയിൽ, നമ്മുടെ ആ കുറച്ച് ആ ഒരു ഏരിയ, അതായത് നമുക്ക് ഫോൺ ആയിരിക്കാം, ഫോണും സിസ്റ്റവും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോണും പ്രിന്ററും തമ്മിൽ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ ഡിസ്റ്റൻസിൽ ഉള്ള ഡിവൈസസുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ, അതായത് നമുക്കറിയാം ബ്ലൂടൂത്തിന്റെ കപ്പാസിറ്റി എത്രയാണ്, എത്രത്തോളം ഡിസ്റ്റൻസ് അത് കവർ ചെയ്യും എന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം. സോ ഇതിലെ ബെസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, അതാണ് ബ്ലൂടൂത്തിന്റെ എക്സാമ്പിൾ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ ബിഗസ്റ്റ് നെറ്റ്വർക്ക് ആണ്. അപ്പൊ അതൊരിക്കലും അല്ല. ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത്, അതിന്റെ കവറേജ് കുറവായിരിക്കും. ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനേക്കാൾ ചെറിയ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിലാണ് അത് ബെസ്റ്റ് ആയിട്ട് സ്യൂട്ട് ആവുന്നത്. പിന്നെ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കും ആ കൺസെപ്റ്റ് അല്ല. നമ്മൾ പ്രൈവറ്റ് ആ ബ്ലൂടൂത്തുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ല വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റർനെറ്റ് ആണെങ്കിൽ ഇന്റർനെറ്റിലെ കുറച്ച് പോർഷൻ നമുക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഓർഗനൈസേഷന് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഡേറ്റ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനുമായിട്ട് നമുക്കൊരു പ്രൈവറ്റ് ആക്കി മാറ്റാൻ പറ്റും ഈ പബ്ലിക് നെറ്റ്വർക്കിനെ. അതിനാണ് നമ്മൾ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ കൺസെപ്റ്റ് അല്ല. സോ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. Bluetooth is a wireless technology used to create a wireless personal area network for data transfer up to a distance of 10 meters. It operates on 2.45 gigahertz frequency band for transmission. ജസ്റ്റ് ഒരു 10 മീറ്റേഴ്സിന്റെ കവറേജ് ഉള്ളിടത്ത് മാത്രമേ നമുക്ക് ബ്ലൂടൂത്ത് വഴി നമുക്ക് സിസ്റ്റംസും അല്ലെങ്കിൽ ഡിവൈസസുകളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദ ബെസ്റ്റ് ഓപ്ഷൻ ഈസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ PAN. Next question. Which of the following computer networks is built on the top of another network? Which of the following computer network is built on the top of another network? കഴിഞ്ഞ സ്ലൈഡിൽ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ ആ ഒരു കൺസെപ്റ്റ്. Which of the following computer networks is built on the top of another network? ഒരു നെറ്റ്വർക്കിന്റെ മേളിൽ വേറൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനെ, ആ ടൈപ്പ് ഓഫ് നെറ്റ്വർക്കിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഓവർലേ നെറ്റ്വർക്ക്, പ്രൈം നെറ്റ്വർക്ക്, പ്രിയോർ നെറ്റ്വർക്ക് ആൻഡ് ചീഫ് നെറ്റ്വർക്ക്. കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓവർലേ നെറ്റ്വർക്ക്. അതായത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു നെറ്റ്വർക്ക്, ആ നെറ്റ്വർക്കിന്റെ മേളിൽ വേറൊരു നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിനെ, അതാണ് ദ ഫോളോയിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് ബിൽഡ് ഓൺ ദ ടോപ്പ് ഓഫ് അനദർ നെറ്റ്വർക്ക്. കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. അതായത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഇന്റർനെറ്റില് ഏതെങ്കിലും ബിൽഡിങ് അവർക്ക് പ്രൈവറ്റ് ആയിട്ട് ഡേറ്റ സെൻഡ് ചെയ്യാനും അവർക്ക് പ്രൈവസി വേണം. നമുക്കറിയാം ഇന്റർനെറ്റിലാകുമ്പോൾ പ്രൈവസി ഇല്ല, അല്ലെങ്കിൽ സെക്യൂരിറ്റി കുറവാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ആ നെറ്റ്വർക്കിന്റെ കുറച്ച് പോർഷൻസ് അവരുടേതാക്കി റിസർവ് ചെയ്ത് വെക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. അപ്പൊ ആ കൺസെപ്റ്റ് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് പോലെയുള്ള കൺസെപ്റ്റ് വരുന്ന നെറ്റ്വർക്ക് ആണ് ഓവർലേ നെറ്റ്വർക്ക്. ഓവർലേ മീൻസ് നമുക്ക് പറയാം ഓവർലാപ്പിംഗ്. നെറ്റ്വർക്കിന്റെ മേളിൽ വേറൊന്ന് വന്ന് ഓവർലാപ്പ് ചെയ്യുന്നു. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. An overlay network is a computer network that is built on the top of another network.
Some examples of an overlay networks are virtual private networks and peer-to-peer network. Peer-to-peer network എന്താണ്? ഒരു സിസ്റ്റം വേറൊരു സിസ്റ്റവുമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, പിയർ ടു പിയർ. അതും എന്താണ്? ചിലപ്പം നമ്മുടെ ആ ഒരു നെറ്റ്വർക്കിന്റെ പല സിസ്റ്റംസ് കാണും. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലൈൻ എടുക്കുന്നു. അതും എന്താണ്? പിയർ ടു പിയർ നെറ്റ്വർക്ക്സ് ആണ്. സോ ദീസ് ഓൾ ആർ ടൈപ്സ് ഓഫ് overlay networks. What is the full form of OSI? നമ്മുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. നെറ്റ്വർക്കിന്റെ ഫുൾ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഈ OSI മോഡലിലാണ്. ആ OSI മോഡലിനെ വെച്ചാണ് ബാക്കി നെറ്റ്വർക്കും കാര്യങ്ങളും സംഭവങ്ങളും. നെറ്റ്വർക്കിൽ നമ്മൾ എന്നൊക്കെ പഠിക്കുന്നോ അതെല്ലാം ഈ OSI മോഡലിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിന്റെ ഓരോ ലെയേഴ്സ് ആണ്. ഓരോ ലെയേഴ്സിന്റെ ഫംഗ്ഷനാലിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്ന മൊഡ്യൂൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഫുൾ ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയണം വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് OSI മോഡൽ. ഒപ്റ്റിക്കൽ സർവീസ് ഇംപ്ലിമെന്റേഷൻ, ഓപ്പൺ സർവീസ് ഇന്റർനെറ്റ്, ഓപ്പൺ സിസ്റ്റം ഇന്റർകണക്ഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്റർഫേസ്. നമുക്കറിയാം അല്ലെ, നമ്മൾ നെറ്റ്വർക്കിംഗ് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. അതായത് ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് OSI മോഡൽ. അപ്പം OSI മോഡലിന്റെ ഫുൾ ഫോം ആണ് ഓപ്പൺ സിസ്റ്റം ഇന്റർ കണക്ഷൻ. ഹൗ മെനി ലെയേഴ്സ് ആർ ദെയർ? ഒരു OSI മോഡലിൽ എത്ര ലെയേഴ്സ് ആ ഉള്ളത്? 7 layers are there. നോക്കാം. OSI is the abbreviation of Open System Interconnection. OSI model provides a structured plan on how applications communicate over a network. അതായത് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റം വേറൊരു സിസ്റ്റവുമായിട്ട് മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം വേറൊരു ഫിസിക്കൽ ആയിട്ടുള്ള സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ പ്രോസസ്സുകളാണ് ഒരു ഹൈറാർക്കി അനുസരിച്ച് നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഹൈറാർക്കി ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പറയാം 7 ലെയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആപ്ലിക്കേഷൻ ലെയർ, സെഷൻ ലെയർ, പ്രസന്റേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, data link layer, and the last one is physical layer. അങ്ങനെ 1, 2, 3, 4, 5, 6, 7 ഈ 7 ലെയേഴ്സിനെ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്കൊരു നെറ്റ്വർക്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നത്. സോ നെറ്റ്വർക്കിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ പഠിക്കുന്നോ അതെല്ലാം ഈ ഓരോ ലെയേഴ്സിന്റെ ഫങ്ഷൻ ആണ്. ഈ 7 എണ്ണം കൂടി ചേരുമ്പോഴാണ് നെറ്റ്വർക്ക് ഫുൾ ആവുന്നത്. സോ ഇതാണ് OSI model. It's very very important. In the full form of Open System Interconnection. Next question. When a collection of various computers appears as a single coherent system to its clients, what is it called? Mail system, networking system, computer network, distributed system. When a collection of various computers appears as a single coherent system, അതായത് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? നമുക്കറിയാം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിലും ഒരു യൂസറിന് ഇതെല്ലാം ഒറ്റയായിട്ടായിരിക്കും തോന്നുന്നത്. When a collection of various computers appears as a single coherent system. For example, നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്? ഇപ്പം ഒരു യൂസർ ആണ് ഇവിടെ ഇരിക്കുന്നത്. യൂസർ ഇമെയിൽ ഇപ്പൊ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇമെയിൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരൊറ്റ സിസ്റ്റത്തിലല്ല, എവിടെയോ ഇരിക്കുന്ന ഒരു സെർവർ, ഒറ്റ ഇരിക്കുന്ന ഈ ഒരൊറ്റ സെർവറിലല്ല ഇമെയിൽ ഉള്ളത്. ഇമെയിൽ ചിലപ്പം ഇതൊരു കൺട്രിയിലായിരിക്കാം, രണ്ടാമത്തത് വേറൊരു കൺട്രിയിലായിരിക്കാം, മൂന്നാമത്തെ സെർവർ വേറൊരിടത്തായിരിക്കാം, നാലാമത്തെ സെർവർ വേറൊരിടത്തായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു സിസ്റ്റം വേറൊരിടത്തായിരിക്കാം. പക്ഷേ ഈ ഇമെയിൽ ആക്സസ് ചെയ്യുന്ന ആൾക്ക് ഇത് എവിടേക്കായിരിക്കുന്നതെന്നോ അങ്ങനെ യാതൊരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നാതെ ഈ എവിടെ നമ്മുടെ ഇമെയിൽ ഇവിടെ എവിടെ ഇരുന്നാലും, ചിലപ്പം കുറച്ച് പോർഷൻ ഇവിടെ ആയിരിക്കാം, ചിലപ്പം കുറച്ച് പോർഷൻ ഇവിടെ ആയിരിക്കാം നമ്മുടെ മെയിലിൽ ഇരിക്കുന്നത്. അപ്പൊ എവിടെ ഇരുന്നാലും ഈ സിംഗിൾ യൂസറിന് ഇതെല്ലാം ഒരേപോലെ ഫീൽ ചെയ്യുന്നു.
ഏത് സിസ്റ്റത്തിൽ നിന്ന് ഇപ്പൊ 2 നിന്നാണോ 1 നിന്നാണോ 3 നിന്നാണോ അങ്ങനെയൊന്നും നമുക്ക് നോർമൽ യൂസറിന് നമുക്ക് യാതൊരു പ്രോബ്ലം അങ്ങനെ തോന്നത്തില്ല. നമ്മൾ ഏതാണ് ഏതോ ഒരു സിസ്റ്റത്തിൽ ഇരിക്കുന്ന ഇമെയിലിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റിനെ ഒരൊറ്റ സിസ്റ്റത്തിൽ നിന്നാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നതെന്നുള്ള ആ ഒരു വിഷൻ വരുന്ന കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് എന്ത്? വിച്ച് ഈസ് ദി ആൻസർ? ആൻസർ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അതായത് നെറ്റ്വർക്കുകൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറഞ്ഞാല് നമ്മൾ ഒരേ ഒരു ഫംഗ്ഷൻ ഇമെയിൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഇമെയിൽ ആക്സസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മളിപ്പോ എന്റെ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ ഇവിടെ ഇമെയിൽ ആക്സസ് ചെയ്യുക. അപ്പൊ ആക്ച്വലി ഞാൻ ഇന്റർനെറ്റ് കണക്ട് ചെയ്താലേ എനിക്ക് ഇമെയിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ആ ഇമെയിൽ എന്ന് പറയുന്നത് ഞാൻ തുറക്കുമ്പം ജിമെയിൽ ഓപ്പൺ ചെയ്ത് തുറക്കുമ്പോൾ കാണുന്ന എന്റെ അത്രയും പേജസ് ഒരിക്കലും എന്റെ സിസ്റ്റത്തിലല്ല ഇരിക്കുന്നത്. അത് എവിടെയോ ഇരിക്കുന്ന ഏതോ സെർവറിലാണ് എന്റെ ഇമെയിൽ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മെയിൽ എവിടേക്കോ ഇരിക്കുന്ന സിസ്റ്റത്തിലാണ് ഇരിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല എവിടെയാ ഇരിക്കുന്നത്, എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫർ ആകുന്നത് എന്നൊന്നും. അപ്പൊ മൾട്ടിപ്പിൾ സിസ്റ്റത്തിലായിട്ടായിരിക്കാം ചിലപ്പോൾ ഇതെല്ലാം ഇരിക്കുന്നത്. ചിലപ്പോൾ ആദ്യത്തെ പോർഷൻ എനിക്ക് ഫസ്റ്റ് സിസ്റ്റത്തിൽ നിന്നായിരിക്കാം ആക്സസ് ചെയ്യുന്നത്. ചില സിസ്റ്റം ആണെങ്കിൽ എനിക്ക് ചില ഇമെയിലിലെ ഫംഗ്ഷൻസ് എനിക്ക് 4ാമത്തെ സിസ്റ്റത്തിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, പല സ്ഥലങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് എന്റെ ഫംഗ്ഷനാലിറ്റി എല്ലാം കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അത് എവിടെ ഇരുന്നാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. കാരണം എനിക്ക് ഏതോ ഒരു സിസ്റ്റത്തിൽ നിന്നെല്ലാം കിട്ടുന്ന പോലത്തെ ഫീലിംഗ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. പലയിടത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കും, പക്ഷെ നമുക്കത് ഒറ്റയായിട്ട് തന്നെ ഒറ്റ സിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് സാധാരണ യൂസർ അല്ലെങ്കിൽ ക്ലയൻസിനുള്ളത്. ആ കൺസെപ്റ്റിന് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. A distributed system is also the same as computer network, but the main difference is that the whole connection of computers appears to its users as a single coherent system. നമുക്കെല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിലും നമുക്കൊന്നും തോന്നത്തില്ല, ഒരൊറ്റ സിസ്റ്റം ആയിട്ട് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ. അല്ലെ? വേൾഡ് വൈഡ് വെബ് അതിനൊരു എക്സാമ്പിൾ ആണ്. പലയിടത്തിരിക്കുന്ന സിസ്റ്റം ആണെന്നുള്ള ധാരണയൊന്നും നമുക്കില്ല. നമുക്കത് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് എടുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക്. സോ ആൻസർ ഈസ് distributed system. Then next question, how many layers are there in the ISO OSI reference model? നമ്മൾ ഓൾറെഡി പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. എത്രയാണ്? How many layers are there? 7 layers are there. പറഞ്ഞു 7 layers ഉണ്ട്. ആപ്ലിക്കേഷൻ ലെയർ, session layer, presentation layer, transport layer, network layer, data link layer, physical layer. What are the nodes in a computer network? നമ്മൾ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് നോഡ്സ് അല്ലെങ്കിൽ ഹോസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നോഡ്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്ന എന്താണ്? The computer that routes the data, the computer that terminates the data, the computer that originates the data, all of the mentioned. എന്താണ് അതിന്റെ ആൻസർ? നമ്മൾ നോഡ് അല്ലെങ്കിൽ ഹോസ്റ്റ് എന്നൊക്കെ നമ്മൾ നെറ്റ്വർക്കിൽ പറയുന്ന ആ വേർഡ് എന്തിനെയാണ് മീൻ ചെയ്യുന്നത്? അതായത് ഒരു നെറ്റ്വർക്കില് എന്തൊക്കെ ഡിവൈസസുകളാകാം? ഒന്നെങ്കിൽ സിസ്റ്റം, നമ്മുടെ PC ആയിരിക്കാം, ഇല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ എന്താണ് നെറ്റ്വർക്കിനെ സഹായിക്കുന്ന കുറച്ച് ഡിവൈസസുകൾ ഉണ്ട്, റൂട്ടർ ആകാം, പിന്നെന്താണ് സ്വിച്ച് ആകാം, അങ്ങനെ എന്തും ആകാം. അപ്പൊ എല്ലാ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഡിവൈസസുകളെയും നമ്മൾ പറയുന്ന പേരാണ് നോഡ്സ്. അതെന്താകാം? റൂട്ടർ ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടർ ദാറ്റ് ടെർമിനേറ്റ്സ് ദ ഡേറ്റ, എൻഡിങ്ങിലുള്ള സിസ്റ്റം ആകാം, അല്ലെങ്കിൽ അത് ഒറിജിനേറ്റ് ചെയ്യുന്ന സിസ്റ്റം ആകാം. എന്താണെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഒരു നെറ്റ്വർക്കിൽ എന്തൊക്കെ ഡിവൈസസുകൾ ഉണ്ടോ അതിനെ എല്ലാം നമ്മൾ പറയുന്ന പേരാണ് നോഡ്സ്. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി മെൻഷൻഡ്. In a computer network, a node can be anything that is capable of sending data or receiving data or even routing the data to its destination. Routers, computers, and smartphones are some examples for network nodes. Next question is, which one of the following is not a function of network layer? നമ്മൾ പറഞ്ഞു OSI മോഡലിനെ കുറിച്ച് നമ്മൾ ഇതുപോലെ ഓരോ ലെയേഴ്സിനെ കുറിച്ചുള്ള ഫംഗ്ഷനാലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പൊ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെയർ ആണ്, സെക്കൻഡ് പ്രസന്റേഷൻ ലെയർ ആണ്, സെഷൻ ലെയർ ആണ്, ട്രാൻസ്പോർട്ട് ലെയർ ആണ്, നെറ്റ്വർക്ക്, ഡേറ്റ ലിങ്ക്, ഫിസിക്കൽ ലെയർ. ഇത്രയാണ് OSI മോഡലിലെ ലെയർ. ഇതിൽ ചോദിച്ചിരിക്കുന്നത് നെറ്റ്വർക്ക് ലെയറിന്റെ ഫങ്ഷനാലിറ്റി അല്ലാത്തത് ഏതാണ്? കൺജഷൻ കൺട്രോൾ, എറർ കൺട്രോൾ, റൂട്ടിംഗ് ആൻഡ് ഇന്റർ നെറ്റ്വർക്കിംഗ്. ഇതില് നെറ്റ്വർക്കിന്റെ പേരിൽ അല്ലാത്തത്. നമുക്ക് ആ ഓപ്ഷൻ തന്നെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ആൻസർ കിട്ടും. എന്താണ് നെറ്റ്വർക്ക് ലെയറിന്റെ ഓപ്ഷൻ അല്ലാത്തത്? നെറ്റ്വർക്ക് ലെയർ, നെറ്റ്വർക്ക് എന്ന് പറയുന്ന പേര് തന്നെ നമുക്കറിയാം നെറ്റ്വർക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിലെ ഈ 4 ഓപ്ഷനിൽ നമ്മൾ 3 നോക്കുക. കൺജഷൻ കൺട്രോൾ, നെറ്റ്വർക്കിലാണ് ട്രാഫിക്കും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പൊ കൺജഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ട്രാഫിക്കിനെ ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, കൺജഷൻ കൺട്രോൾ. അതുപോലെ തന്നെ റൂട്ടിംഗ്, നെറ്റ്വർക്കിലാണ് നമ്മുടെ പാക്കറ്റ്സിനെ എല്ലാം റൂട്ട് ചെയ്ത് വെക്കുന്നത്. ഇന്റർ നെറ്റ്വർക്കിംഗ്, അവിടെയും നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ് ഉണ്ട്. ഇവിടെ ഇല്ലാത്തത് എന്തേ ഉള്ളൂ? എറർ കൺട്രോൾ. എറർ കൺട്രോൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷൻ ആണ്. സോ നെറ്റ്വർക്ക് ലെയറിന്റെ അല്ലാത്തത് വരുന്നത് എറർ കൺട്രോൾ ആണ്. സോ ഓപ്ഷൻ വിൽ ബി, കറക്റ്റ് ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. Hello. In the OSI model, network layer is the third layer and it provides data routing paths for network communication. Error control is a function of, error control എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡേറ്റാ ലിങ്ക് ലെയറും ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ട് ലെയറും ചെയ്യുന്നുണ്ട് എറർ കൺട്രോൾ. ഇവരുടെ ഡ്യൂട്ടി ആണ് എറർ കൺട്രോൾ. ബാക്കി എല്ലാം നെറ്റ്വർക്ക് ലെയറിന്റെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how is a single channel shared by multiple signals in a computer network? എന്ത് കൺസെപ്റ്റ് അനുസരിച്ചാണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് കോൾഡ് എ സിംഗിൾ ചാനൽ ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ സിഗ്നൽസ്? ഒരൊറ്റ ചാനലേ ഉള്ളൂ, പക്ഷെ മൾട്ടിപ്പിൾ സിഗ്നൽസ് ആണ് ഈ ഒരൊറ്റ ചാനലിൽ കൂടി കടന്നു പോകുന്നത്. നമ്മൾ പല ടൈപ്പ് ഉണ്ട്, ടൈം ഡിവിഷൻ ഉണ്ട്, കോഡ് ഡിവിഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ഡിവിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. അപ്പം ഒരു സിംഗിൾ ചാനലിൽ കൂടി മൾട്ടിപ്പിൾ സിഗ്നൽസ് പാസ് ചെയ്യുന്ന കൺസെപ്റ്റിന് പറയുന്ന പേരാണ് മൾട്ടിപ്ലെക്സിംഗ്, ഫേസ് മോഡുലേഷൻ, അനലോഗ് മോഡുലേഷൻ, ഡിജിറ്റൽ മോഡുലേഷൻ. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? കറക്റ്റ് ആൻസർ വിൽ ബി മൾട്ടിപ്ലെക്സിംഗ്. In communication and computer networks, the main goal is to share a resource. This is done by multiplexing, where multiple analog or digital signals are combined into one signal over a shared medium. ഒരൊറ്റ മീഡിയത്തിൽ കൂടി അനലോഗോ ഡിജിറ്റലോ എങ്ങനെ ഏത് സിഗ്നൽ വേണമെങ്കിലും ഈ ഒരൊറ്റ ലിങ്കിൽ കൂടി നമുക്ക് ഷെയർ ചെയ്ത് വിടാനായിട്ട് പറ്റുന്നു. അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലെക്സിംഗ് എന്ന് പറയുന്നത്.